ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മുടെ അക്കൗണ്ടൻസിയുടെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിന്റെ 10ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഗുഡ്വില്ലിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാം. ഗുഡ്വിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ മുന്നേയും പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിന്. അതും വളരെ ചെറിയ തോതിലാണ്. പക്ഷെ ഇവിടെ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു സംഗതിനെ കുറച്ചുകൂടി ബ്രോഡായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഒരു ന്യൂ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് അഡ്മിറ്റഡ് ആകുമ്പോൾ ഓൾറെഡി ഉള്ള പാർട്ട്നേഴ്സ് ആ സ്ഥാപനത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്, ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ബ്രാൻഡ് നെയിമിന് ഒരു വില ഇടും അവർ, ഗുഡ്വിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ബ്രാൻഡ് നെയിമിന്റെ ആ വില, അതിന്റെ ഒരു പോർഷൻ ആരും കൊണ്ടുവരേണ്ടി വരും? ന്യൂ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ആ ഒരു വില നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഇതിന് നമുക്കൊരു ആന്റിസിപ്പേറ്റഡ് വാല്യൂ ആണ്, ഒരു ഇമാജിനറി വാല്യൂ ആണ്, അല്ലെ? ഒരു ബ്രാൻഡ് ഇത്രത്തോളം ഫേമസ് ആണ് എന്ന് പറയുമ്പോൾ അതിന് കറക്റ്റായിട്ടൊരു മോണിറ്ററി വാല്യൂ ഇടാൻ നമുക്ക് പറ്റില്ല. ഒരു ഏകദേശ വാല്യൂ ആണ് നമ്മൾ ഇടുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഏകദേശ വാല്യൂ ഇട്ടിട്ട് അതിന്റെ ആ വാല്യൂ അത് ഏതൊക്കെ തരത്തിൽ ഇടാം, ഏതൊക്കെ മെത്തേഡ് വഴി ആ വാല്യൂ കണ്ടുപിടിക്കാം, എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ആ വരുന്ന ന്യൂ പാർട്ട്ണറോട് അതിന്റെ ഒരു പോർഷൻ നീയും കൊണ്ടുവരണേ എന്ന് പറയാം. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും അത് കണ്ടുപിടിക്കുന്ന ആ മെത്തേഡുകൾ നമുക്ക് ഒന്ന് കറക്റ്റ് ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ അതിന് മുന്നേ ഗുഡ്വിൽ എന്താണെന്നുള്ള ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ആന്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിങ്സ് എന്നാണ് ഗുഡ്വില്ലിനെ പറയാ. ആന്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിങ്സ് നമ്മളുടെ എന്താണ്, യഥാർത്ഥ ഏർണിങ്സിന്റെ മുകളിലോട്ട് ഉള്ള ഒരു വാല്യൂ, ദാറ്റ് ഈസ് ആന്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിങ്സ്, അല്ലെ? എക്സസ് ഏർണിങ്സ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടാണ്. ഓക്കെ, ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡുകൾ ഉപയോഗിക്കാൻ പറ്റും. ആ മെത്തേഡുകൾ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിട്ട് നമ്മളെ ചോദ്യപേപ്പറിൽ വരും. അത് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആന്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിങ്സ്, ദാറ്റ് ഈസ് ഗുഡ്വിൽ എന്നുള്ളത് അവിടെ എഴുതി വെക്കുക. ആന്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിങ്സ് ചോദിക്കും പരീക്ഷയ്ക്ക്, 1 വേർഡ് ക്വസ്റ്റൻ ആയിട്ട്. ഓക്കെ, ഇനി വേറൊരു കാര്യമുണ്ട്. ഈ ഗുഡ്വിൽ, ഒരു സ്ഥാപനത്തിന്റെ ഗുഡ്വിൽ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിന് ഗുഡ്വിൽ ഉണ്ടാകുന്നത്? ഒരുപാട് വഴിയിലൂടെയാണ്, അല്ലെ? നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. ചിലപ്പോൾ അതിന്റെ ഒരു ബിസിനസിന്റെ ആ ലൊക്കാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ ലൊക്കേഷൻ എന്ന് പറയുന്ന സംഗതിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അവിടെ ഉണ്ട്. ചിലപ്പോൾ മാനേജ്മെന്റിന്റെ കഴിവ് കൊണ്ടായിരിക്കും, എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള അവരുടെ കഴിവായിരിക്കും. അത് തെളിയിച്ചിട്ടുള്ള മാനേജ്മെന്റ് ആണ് ആ ബിസിനസ് റൺ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനൊരു എക്സസ് വാല്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയും ബിസിനസ്സിന് എന്ത് വരാം, ഒരു ഗുഡ്വില്ലിന്റെ ഒരു ഇംപ്രൂവ്മെന്റ്, ആ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു വാല്യൂ അഡിഷൻ സംഭവിക്കാം. ഓക്കെ, പിന്നെ മാർക്കറ്റ് സിറ്റുവേഷൻ വരാം. ചിലപ്പോ ചില മാർക്കറ്റിൽ 1-2 പ്ലേയേഴ്സേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, ഇപ്പോൾ നമുക്ക് പറയാം ഇന്ത്യൻ ടെലികോം സെക്ടർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു 3-4 പ്ലേയേഴ്സേ ഉള്ളൂ, അല്ലെ? ആരാ? ജിയോ, ഐഡിയ, വോഡഫോൺ ഐഡിയ എന്ന് പറയുന്നത് 2 കമ്പനി ആയിരുന്നു. ഇപ്പൊ അത് ഒന്നായി, പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായപ്പോൾ, അല്ലെ? അങ്ങനെ എയർടെല്, BSNL, ഇങ്ങനെ ഒരു 3-4 കമ്പനികളേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോന്നും വളരെ വ്യത്യസ്തമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ബ്രാൻഡ് നെയിം. എന്നാൽ ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും, ഒരു 75-80% ആൾക്കാരും ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ഈ 4 ബിസിനസ് ഗ്രൂപ്പിന്റെ ഇടയിലേക്ക് ഡിവൈഡ് ചെയ്യപ്പെടുകയാണ് ശരിക്കും ഈ നെറ്റ്വർക്ക്, ഈ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന വിഭാഗം. ഓക്കെ, അപ്പൊ അവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള സ്വാധീനമുണ്ട്. അപ്പൊ ഇത്തരം സ്വാധീനം ഒരുപാട് ആളുകളിലേക്ക് പോകില്ല, മറിച്ച് ഈ 4 ആൾക്കാർ മാത്രം ഉള്ളത് കൊണ്ട് അവരിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ ശരിക്കും ഇവർക്ക് ഒരു മൊണോപ്പൊളി തന്നെ പറയാം. കാരണം ഇനി 1-2 ടീം ഇതിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവർക്കും ഇവിടെ ചാൻസ് ഉണ്ട്, അല്ലെ? നല്ല ബിസിനസ് മേഖലയാണ്, നല്ല പൊട്ടൻഷ്യലാണ്, നല്ല സ്പേസ് അവിടെ ഓരോ വരുന്ന ആൾക്കാർക്കും നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു മാർക്കറ്റ് കണ്ടീഷൻ. ഇങ്ങനെ പല ഫാക്ടേഴ്സ് ആണ് ഗുഡ്വിൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദി ഗുഡ്വിൽ ഓഫ് ദി ബിസിനസ്? ഓക്കെ, ഇപ്പൊ ലൊക്കേഷൻ പറയാം നിങ്ങൾക്ക്, മാനേജ്മെന്റ് എഫിഷ്യൻസി പറയാം നിങ്ങൾക്ക്, പിന്നെ ബിസിനസിന്റെ ഒരു ടൈപ്പ് നിങ്ങൾക്ക് പറയാം, പിന്നെ മാർക്കറ്റിന്റെ കണ്ടീഷൻ നിങ്ങൾക്ക് പറയാം. ഇതുപോലുള്ള എല്ലാ സംഗതികളും നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ഞാനിപ്പോൾ എടുത്തെടുത്ത് എഴുതി കാണിക്കുന്നൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് അത് അവിടെ പോയിന്റ് ഔട്ട് ചെയ്താൽ മതി. നമ്മളെ പ്രധാനപ്പെട്ട കണക്കിന്റെ ഏരിയയിലേക്ക് പോവാണ്. ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ സൈഡ് ഹെഡിങ് ചെയ്തോ, മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ.
മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. ഓക്കെ, അതിൽ 3-4 മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്നാ പറയുക. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പേര് എഴുതിക്കോ. ഞാനിവിടെ സ്പേസ് കുറവായതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ശരാശരി. ആവറേജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവറേജ് കാണുന്ന അറിയാലോ. നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളെ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിക്ക് അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 100 രൂപ കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ 10 പേരാളുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ പല ആളുകളോടും ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസ കൊണ്ടുവന്നോ സഹായിച്ചോ എന്ന്. അപ്പോൾ 10 പേരും കൊണ്ടുവന്ന പൈസ കൂട്ടി നോക്കിയപ്പോൾ നിങ്ങൾക്ക് 100 രൂപ കിട്ടി. അപ്പോൾ ഒരാൾ 50 കൊണ്ടുവന്നിട്ടുണ്ട്, ഒരാൾ 5 രൂപയാണ്, ഒരാൾ 2 രൂപയാണ്, ഒരാൾ 6 രൂപയാണ്. ഇങ്ങനെ പല വ്യത്യസ്ത പൈസകളാണ് കൊണ്ടുവന്നത്. പക്ഷേ ഈ 100 രൂപയെ 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ശരിക്ക് ഒരു കുട്ടി കൊണ്ടുവന്ന പൈസ 10 രൂപ എന്നുള്ള ശരാശരി ആണ് കിട്ടുക. ചുരുക്കി പറഞ്ഞാൽ ഒരു കുട്ടി 10 രൂപ എടുത്തു കഴിഞ്ഞാൽ 10 ആൾക്കാർ ആകുമ്പോൾ ടോട്ടൽ വാല്യൂ 100 ആകും. അപ്പൊ ശരാശരി ഒരു കുട്ടി 10 രൂപ എടുക്കണം എന്നുള്ള ഇവിടെ കണ്ടുപിടിക്കാലോ. അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ നമുക്ക് പലതും ഡെയിലി ലൈഫിൽ വരും. അപ്പൊ ആ സംഗതി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശരാശരി ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾ ഹൈസ്കൂളിലൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നേ ഇല്ല. നമ്മളിവിടെ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം എങ്ങനെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് പരിശോധിക്കാം. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഗുഡ് വിൽ സമം ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു ഇയേഴ്സ് ഓഫ് പർച്ചേസ്. ഇങ്ങനെ ഒരു സാധനം എഴുതും. ഇത് ശരാശരി പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്. ശരാശരി പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് ആ ശരാശരി പ്രോഫിറ്റിന് ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് തരും. എന്താ ഇയേഴ്സ് ഓഫ് പർച്ചേസ്? അതായത് ഈ ആവറേജ് പ്രോഫിറ്റ് നിങ്ങൾ ഇത്ര കാലം കൂടി ഉണ്ടാക്കാൻ ആ ബിസിനസ് കൊണ്ട് കഴിയും. ഓക്കെ, ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, ഈ സമാന ബിസിനസ് ചെയ്യുന്ന ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് ആവറേജ് പ്രോഫിറ്റ് ഇത്ര കാലത്തേക്കും കൂടെ തുടരും. ഓക്കെ, ഈ ശരാശരി പ്രോഫിറ്റ് അടുത്ത 3 കൊല്ലത്തേക്കും കൂടെ ഈ ബിസിനസ് കിട്ടും, അല്ലെങ്കിൽ അടുത്ത 4 കൊല്ലത്തേക്കും കൂടെ ഈ ബിസിനസ്സിന് ഇനിയും കിട്ടും എന്നൊക്കെയുള്ള ഒരു ഇമാജിനറി ആ ഒരു സംഭവത്തിന്റെ പുറത്താണ് നമ്മൾ ഇയേഴ്സ് ഓഫ് പർച്ചേസിന് കണക്കൂട്ടുന്നത്. അപ്പൊ 3 ഇയർ തരും, അല്ലെങ്കിൽ 4 ഇയറിലേക്ക് അത് നമുക്ക് അത്രത്തോളം പ്രോഫിറ്റ് ഇനിയും കിട്ടും, ഇനി 5th ഇയറിലേക്ക് അത് കിട്ടും. ഇങ്ങനെയൊക്കെ മനസ്സ് കണ്ടിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഇയേഴ്സ് ഓഫ് പർച്ചേസ് പറയുന്നത്. അപ്പോൾ ആ ഇയേഴ്സ് ഓഫ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഗുഡ് വില്ലിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000. ഇത് 1 കൊല്ലത്തെ, 2 കൊല്ലത്തെ, 3 കൊല്ലത്തെ. 20,000, 30,000. അപ്പൊ 3 × 5 = 6. 60,000 ആണല്ലോ ടോട്ടൽ ഉള്ളത്. ഈ 60,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ് ഈ പറഞ്ഞ സാധനം. ഇനി നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 ആണ്. അപ്പോൾ 60,000 ഡിവൈഡ് ബൈ 3 എന്ന് എടുക്കും. അപ്പൊ എത്രയാ, 20,000 എന്ന് കിട്ടും. ഈ 20,000 ആണ് എന്ത്, ആവറേജ് പ്രോഫിറ്റ്. ഇനി ആവറേജ് പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു ഇയേഴ്സ് ഓഫ് പർച്ചേസ്. അത് ക്വസ്റ്റൻ തന്നിട്ടുണ്ടാവും 3 ഇയർ അല്ലെങ്കിൽ 4 ഇയർ എന്നൊക്കെ. നമ്മളിവിടെ 4 ഇയർ ആണെന്ന് എടുക്കുക. 4 ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ 20,000 4 കൊണ്ട് ഗുണിക്കാം. 24, 8, 80,000. ഇതായിരിക്കും ആൻസർ. ഇതായിരിക്കും അതിന്റെ ഒരു മെത്തേഡ്. ഇങ്ങനെ പല മെത്തേഡുകൾ പ്രകാരം നമുക്ക് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോകാം. ഇതുപോലെയുള്ള ഇത് ആവറേജ് പ്രോഫിറ്റ് പ്രകാരം ഗുഡ് വിൽ കണ്ടുപിടിക്കുന്ന കണക്കുകൾ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഉണ്ട്. അതൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൽ അങ്ങനെ പ്രത്യേകമായിട്ട് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട ഒന്നുമില്ല. സെയിം സംഗതി തന്നെ ഇതേ മെത്തേഡിൽ ചെയ്യാം. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു ഇയേഴ്സ് ഓഫ് പർച്ചേസ്, ദാറ്റ് ഈസ് കോൾഡ് ഗുഡ് വിൽ. ഇനി ഈ മെത്തേഡ് തന്നെ ചെറിയൊരു വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. നമുക്ക് സെയിം സാധനം തന്നെ ഈ ഒന്നാമത്തെ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ഇവിടെ 3 വർഷത്തെ പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. വേണ്ട, 4 വർഷത്തെ എടുക്കാം. 20,000,
10,000 ബ്രാക്കറ്റിൽ ലോസ് എന്ന് തന്ന് ഇവിടെ 10,000. പ്രോഫിറ്റ് ഇവിടെ ലോസ് ആണ്, വീണ്ടും പ്രോഫിറ്റ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ 20,000 10,000 50,000 മൈനസ് 10,000 10,000, എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും? 40,000 കിട്ടും. അതായത് ഞാൻ എന്താ പറഞ്ഞു വന്നേ, സാധാരണ പ്രോഫിറ്റ് ആണെങ്കിൽ എല്ലാ പ്രോഫിറ്റ് ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ബൈ ആ ഇയർ ഓഫ് കൊണ്ട് ഹരിക്കുകയല്ലേ ചെയ്യാം. ഇവിടെ ഒരു വർഷം പ്രോഫിറ്റ്, രണ്ടാമത്തെ വർഷം പ്രോഫിറ്റ്, മൂന്നാമത്തെ വർഷം ലോസ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ഏതൊക്കെ ഉണ്ടോ ആ പ്രോഫിറ്റ് എല്ലാം കൂട്ടുക, ലോസ് ഏതാണോ ആ പ്രോഫിറ്റിൽ നിന്ന് ലോസ് മൈനസ് ചെയ്യാം. ഓക്കെ, ഇത് ഉൾപ്പെടെ കൂട്ടിയിട്ട് അത് മൈനസ് ചെയ്യാനല്ലേ, അങ്ങനെയൊക്കെ പലരും തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല, ആഡ് ലെസ്. 20 20 40 10 50 50 10 പോയാൽ 40 ഡിവൈഡഡ് ബൈ, എന്നിട്ട് ഹരിക്കേണ്ട എത്ര ഉണ്ട് തന്നെ? 1 2 3 4 ഉണ്ട് തന്നെ. അപ്പോൾ 4 കൊണ്ട് തന്നെ ഹരിക്കണം. ഇനി ഇത് ലോസ് അല്ലേ, അപ്പൊ അത് കുറയ്ക്കല്ലേ ചെയ്ത്, അതുകൊണ്ട് 3 കൊണ്ടല്ലേ ഹരിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ പലരും തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല. ഓക്കെ, അപ്പം എത്ര കിട്ടുക? 30,000 ആൻസർ കിട്ടും. അതായിരിക്കും അതിന്റെ ഗുഡ് വിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഈ രണ്ട് ചെറിയ വേരിയേഷൻസ് ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോകാം. നമുക്ക് രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പഠിച്ചു. ഇനി അതിന്റെ കൂടെ ഒരു പുതിയ വാക്കും കൂടെ ചേരുകയാണ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. വെയിറ്റേജ്, നിങ്ങളെ പരീക്ഷയ്ക്ക് ഓരോന്നിനും വെയിറ്റേജ് അല്ലെ, മാർക്ക് വെയിറ്റേജ് ഒക്കെ പഠിച്ചിട്ടില്ലേ അല്ലെ, മനസ്സിലാക്കില്ലേ? അതായത് നിങ്ങൾക്ക് ഇപ്പം പ്ലസ് വണ്ണിന്റെ ഒക്കെ പരീക്ഷയിൽ ഓരോ പാഠത്തു നിന്നും ഇത്ര വെയിറ്റേജ്, അത്ര മാർക്കിന് ചോദിക്കും അല്ലെ, അങ്ങനെ കേട്ടിട്ടില്ലേ? അതേ സെയിം സാധനം തന്നെ ഇവിടെ വെയിറ്റേജ് എന്നുള്ള സാധനം നിങ്ങൾക്ക് ക്വസ്റ്റിൽ നേരിട്ട് തന്നിട്ടുണ്ടാവും. അപ്പൊ വെയിറ്റേജ് 1 2 3 4 5 അങ്ങനെ തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദ്യം ഇത് ഇയർ ആണ്, ഇത് പ്രോഫിറ്റ് ആണ്. 2018-19 ഈ സ്ഥാപനം 23,000 രൂപ പ്രോഫിറ്റ് കിട്ടി. അങ്ങനെ ഓരോ വർഷവും കിട്ടിയതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ തന്നിരിക്കുന്ന ഈ വെയിറ്റേജ് എന്ന് പറയുന്ന, വെയിറ്റ് എന്ന് പറയുന്ന സാധനം ഇവിടെ നിങ്ങൾ വേറെ തന്നെ എഴുതുക. വെയിറ്റ് 1 2 3 4 5. ഓക്കെ, ഇങ്ങനെ വെയിറ്റ് തന്നതിന് ശേഷം ആ ടോട്ടൽ ചെയ്യുക. ആ വെയിറ്റിന് 5 4 9 10 3 13 2 15. ടോട്ടൽ വെയിറ്റ് 15 ആണ് ടോട്ടൽ വെയിറ്റ്. ഇനി അടുത്തൊരു കോളം ഉണ്ട്, പ്രൊഡക്റ്റ് എന്ന് പറയും. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഇൻറ്റു പ്രോഫിറ്റ് ആണ് അല്ലേ. അപ്പോൾ 1 × 23 23,000. 2 × 23 എത്രയാ? 46. 0 0 0 4 12 1 ബാക്കി 7 0 0 0 4 64 4 2 ബാക്കി 4 8 2 10. ഓക്കെ, 5 4 20 5 20 0. ഇങ്ങനെയാണ് അതിന്റെ ആൻസർ കിട്ടുക. ഇനി എന്ത് ചെയ്യണം? ഈ ടോട്ടൽ വെയിറ്റ് കാണണം, സോറി പ്രൊഡക്റ്റിന്റെ ടോട്ടൽ കാണണം. ഇപ്പോൾ 2 ലക്ഷം 1,04,000 72,000 46,000 23,000 ടോട്ടൽ എത്ര കിട്ടുക? 3,45,000 ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ 3,45,000 ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ് ആണ്. 3,45,000 ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ്. ഇതിന്റെ ആൻസർ 23,000 എന്ന് കിട്ടും. 23,000. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്നുള്ളത് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാവും. അത് ഒരു 3 ആണെന്ന് സങ്കല്പിക്കാം നമ്മളിവിടെ, അല്ലെങ്കിൽ പിന്നെ 3 എന്നുള്ളൊരു ഫിഗർ ആണ് നിങ്ങൾ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക, ഇയേഴ്സ് ഓഫ് പർച്ചേസ്. അപ്പോൾ 23,000 ഇൻറ്റു 3 എത്രയാ വരിക? 3 9 3 6. ഇതായിരിക്കും വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വില്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന രീതി. ഓക്കെ, അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എന്താണെന്നുള്ള കറക്റ്റ് ആയിട്ട് പഠിച്ചു. അതിന്റെ 2 മെത്തേഡ് കറക്റ്റ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കി. ഇനി എന്തുണ്ട്? രണ്ടാമത്തെ മെയിൻ മെത്തേഡ് ആയിട്ടുള്ള വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മൾ പഠിച്ചു. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിന്റെ അകത്ത് വെയിറ്റേജ് തരും, ടോട്ടൽ വെയിറ്റ് കാണുക, വെയിറ്റ് ഇൻറ്റു പ്രോഫിറ്റ്, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ്. ടോട്ടൽ പ്രൊഡക്റ്റ് ആണ്, ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ്. സോ ആവറേജ് പ്രോഫിറ്റ് എന്നുള്ള സാധനം കിട്ടും. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്നുള്ള സാധനം കിട്ടും. ഇതിനെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്നാണ് വിളിക്കുക. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. ഓക്കെ, വെയിറ്റേജ് പ്രകാരമുള്ള ആവറേജ് പ്രോഫിറ്റ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 3 69,000. ദാറ്റ് ഈസ് ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ ഓഫ് ദിസ് ഫേം. ക്ലിയർ? ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഞാൻ ഈ ക്ലാസ്സിൽ ഈ 2 മെത്തേഡ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അടുത്ത ഒരു മെത്തേഡ് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.